സിപിഎമ്മിന് നേരെ അസഭ്യവും ഭീഷണിയുമായി കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. കണ്ണൂരിലെ സിപിഎമ്മുകാരെ കോൺഗ്രസുകാരും ആശുപത്രിയിൽ കിടത്തിയിട്ടുണ്ടെന്ന് ഓർക്കണമെന്ന് സുധാകരൻ പറഞ്ഞു. പരോളിന് അപേക്ഷിച്ചവർ ജയിലിൽ നിന്നിറങ്ങിയാൽ പുറത്തിറങ്ങി നടക്കാമെന്ന് കരുതേണ്ടെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഭീഷണി. ശരത് ലാൽ കൃപേഷ് അനുസ്മരണത്തിലായിരുന്നു നേതാക്കളുടെ പ്രസംഗം. എന്തിനാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കിയത് എന്നതിന് സിപിഎമ്മിന്റെ തെണ്ടികൾ മറുപടി പറയണം. എന്ത് കിട്ടി അവർക്ക്? സിപിഎമ്മിന് എന്ത് കിട്ടി? സിപിഎം ഇവിടെ ജയിച്ചോ? തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയോ സിപിഎമ്മിന്? എന്ത് കിട്ടി സിപിഎമ്മിന്? രണ്ട് ചെറുപ്പക്കാരെ, രണ്ട് കുടുംബത്തെ തെരുവാധാരമാക്കിയ ഈ നാണം കെട്ട ചെറ്റകൾക്ക് എന്ത് കിട്ടി എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. നമ്മള് എവിടെ കണ്ണൂരിലെ കോൺഗ്രസിന് ഈ സിപിഎമ്മിന്റെ അക്രമത്തെയൊന്നും വലിയ ഭയപ്പാടും ആശങ്കയൊന്നും നമുക്കാർക്കും ഇല്ല. ഞങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾ അവരെ ഓടിച്ചിട്ടുണ്ട്, ഞങ്ങളും അവരെ കിടത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക ഞങ്ങളുടെ പോളിസി അല്ലാത്തത് കൊണ്ട് എന്റെ നാട്ടിൽ കുറെ സിപിഎംകാർ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും എന്നത് അതിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. പരോളിനെ അപേക്ഷിച്ചിട്ടുള്ള രണ്ട് സിപിഎമ്മിന്റെ പ്രവർത്തകർ, ഒരു സുബീഷും സുരേന്ദ്രനും, അവരുടെ ബന്ധുക്കളോട് വളരെ സ്നേഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ സർക്കാർ കൊലയാളികളുടെ സർക്കാരാണ്. TP ചന്ദ്രശേഖരനെ കൊന്ന പ്രതികൾ നിരവധി തവണ ആയിരക്കണക്കിന് ദിവസം പരോൾ ഇറങ്ങി നടക്കുന്ന സാഹചര്യമുണ്ടായി. എന്തിനേറെ പറയുന്നു, ആ കാരണവരെ കൊന്ന ഷെറിൻ പോലും ക്യാബിനറ്റ് കാവലിൽ പരോളിനിറങ്ങി വിലസുന്ന കാഴ്ച ഈ നാട് കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ പരോളിന് ഇറങ്ങാമെന്നോ, അങ്ങനെ പരോളിനിറങ്ങിയാൽ സ്വൈര്യമായി നടക്കാമെന്നോ ഒരു സുബീഷും ഒരു സുരേന്ദ്രനും വിചാരിക്കേണ്ട എന്ന കൃത്യമായ താക്കീത് കൂടിയാണ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നത്.